സാർ, കേരളത്തിന് കത്തയച്ചത് ജൂലൈ 30 ദുരന്തമുണ്ടായി, ഡിസംബർ 30 5 മാസക്കാലം ആ വിവരം കേരളത്തിനോട് പറയാതിരുന്നത് അങ്ങനെയുള്ള ദുരന്തത്തിൽ കേരളത്തിന് കിട്ടേണ്ട UN ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ സഹായം ലഭിക്കാനല്ലേ സാർ? ഇത് പറഞ്ഞു തുടങ്ങണ്ടേ നമ്മളത്? ഇവിടെ പറഞ്ഞല്ലോ കടബാധ്യതയെ കുറിച്ച് കേരളത്തിലെ ഗവൺമെന്റ് കണക്കുണ്ടാക്കിയിട്ടുണ്ട് സാർ, കൃത്യമായ കണക്കുണ്ടാക്കിയിട്ടുണ്ട്. 30,62,57,895 രൂപ, 1207 കേസുകൾ, 779 ഫാമിലികൾ. സാർ, ആരാണ് ഈ കടം എഴുതിത്തള്ളാനുള്ള പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത്? 2005 ഡിസാസ്റ്റർ ആക്ട് പ്രകാരം അതിന്റെ സെക്ഷൻ 13 പ്രകാരം കടങ്ങൾ എഴുതിത്തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു തീരുമാനമെടുത്താൽ ആ മിനിറ്റിൽ ദേശസാൽകൃത ബാങ്കുകൾ അത് എഴുതിത്തള്ളും സാർ. സ്റ്റേറ്റ് ലെവൽ ബാങ്കിംഗ് കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത് ഈ കാര്യം ബാങ്കുകളോട് അഭ്യർത്ഥിച്ചില്ലേ? അവർ പറഞ്ഞു കേന്ദ്രത്തിന്റെ നിർദ്ദേശം വരട്ടെ. കേരളം എന്തു ചെയ്തു? ആ ചോദ്യത്തിന് ഉത്തരവാണ് സാർ. എത്രയേറെ തർക്കമുള്ളപ്പോഴും ഞങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന, നമ്മളെല്ലാവരും അഭിമാനത്തോടെ പറഞ്ഞിരുന്ന കേരളത്തിന്റെ സ്വന്തമായ കേരള ബാങ്ക് ഈ ദുരന്തമുണ്ടായ 1 മാസത്തിനകം ആ ബാങ്കിൽ കടമുള്ള മുഴുവൻ ചൂരന്മലക്കാരുടെ കടം എഴുതി തള്ളി സാർ. അതാണ് സാർ കേരളം കാണിക്കുന്ന മാതൃക. 10 കോടിയോളം രൂപ വരും സാർ. അതാണ് കേരളം കാണിക്കുന്ന മാതൃക. ഈ ഘട്ടത്തിൽ കേരളം എന്ന നാട് ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അപകടകരമായ നടപടികളുമായി കേന്ദ്രം പോവുകയാണ് സാർ. ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി പാർലമെന്റിനകത്ത് അധികം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ നിയമസഭയിൽ പാർലമെന്റിനകത്ത് പറയുകയാണ്, ഞങ്ങൾ അവിടെ ചെല്ലുന്ന നേരത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ഒക്കെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആരോടാണ് കേന്ദ്രമന്ത്രി പറയുന്നത്? ഏറ്റവും സ്വാത്വികനായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് NE ബലറാം പാർലമെന്റിനകത്ത് നടത്തിയ സ്വാമിക്കെതിരെ നടത്തിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു. സത്യത്തിൽ പാർലമെന്റ് അംഗങ്ങൾ, കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങൾ അത് ചെയ്യേണ്ടതായിരുന്നു. അത്ര വൃത്തികെട്ട വിധത്തിൽ ജൂലൈ 30 ഈ ദുരന്തമുണ്ടായി 4 മണിക്ക് ഞങ്ങളെ വിളിച്ച് അടിയന്തരമായി അവിടെ പോകണം എന്നാവശ്യപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആ പ്രവർത്തനങ്ങൾക്കിടയിൽ ഞങ്ങളോട് സംസാരിച്ച് അവിടേക്ക് എത്തിയ പ്രതിപക്ഷ നേതാവ്, ഈ മന്ത്രിസഭയിൽ അവിടെ എത്തിയ മഹാഭൂരിപക്ഷം അംഗങ്ങൾ, MLA-യും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ കേരളത്തെ അപമാനിക്കാനും ഈ ദുരന്തത്തെ മറികടക്കാൻ കേരളത്തെ സഹായിക്കാത്ത വിധം കേരളത്തെ ഒറ്റപ്പെടുത്താനുമുള്ള നടപടികളുമായി പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് അല്ലേ സാർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികൾ? സാർ, അവിടെ പുനരധിവാസ പ്രവർത്തനത്തിനുണ്ടായ തടസ്സം എന്താണ്? സ്പോൺസർമാരോട് സ്ഥലം പറയാൻ, വീട് കെട്ടാൻ പറയാൻ ആദ്യം സ്ഥലം ഉണ്ടാകണ്ടേ സാർ? ദുരന്ത ബാധിതരോട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കൂടിയാലോചിച്ച് എവിടെ പുനരധിവാസം വേണം എന്ന് പറഞ്ഞത് ആരാ സാർ? ആഗസ്റ്റ് 23 ചീഫ് സെക്രട്ടറി അവിടെ നേരിട്ട് സന്ദർശിച്ച് ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്ന ദുരന്ത ബാധിതരോട് ഉൾപ്പെടെ ചോദ്യം ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പരമാവധി മേപ്പാടിയിൽ വേണം, അല്ലെങ്കിൽ തൊട്ടടുത്ത് വേണം. സർ, 9 എസ്റ്റേറ്റുകൾ കണ്ടെത്തി, 25 ആദ്യം കണ്ടെത്തി, പിന്നെ അത് 9 ചുരുക്കി. അങ്ങേക്കറിയാം, അതിൽ കോട്ടനാട്, താഴെയരിപ്പറ്റ, ചുണ്ടേൽ, ഈസ്റ്റ് ചുണ്ടേൽ, നെടുമ്പാല, കൽപ്പറ്റയിൽ എൽസ്റ്റോൺ, ഓടത്തോട് എൽസ്റ്റോൺ, വെള്ളരിമലയിലെ പുതുക്കൊല്ലി. അതിൽ നിന്ന് ഏറ്റവും പറ്റുന്ന 2 എസ്റ്റേറ്റുകൾ എൽസ്റ്റോണും നെടുമ്പാലയും. സാർ, എന്നാ പ്രഖ്യാപിച്ചത്? ജൂലൈ 30 ഈ ദുരന്തമുണ്ടായി 64 ദിവസം കഴിഞ്ഞ ഒക്ടോബർ 3 ചേർന്ന കേരളത്തിലെ ക്യാബിനറ്റ് യോഗം ആ 2 ഭൂമിയും ഏറ്റെടുക്കാൻ തത്വത്തിൽ തീരുമാനിച്ചു സാർ. അന്ന് ആ ഭൂമി ഏറ്റെടുത്ത നടപടികളിൽ കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ വീടുകളുടെ ലിൻഡൽ വാർക്കേണ്ടി വന്ന ഘട്ടത്തിലേക്ക് പോയനെ സാർ. 4-ാം തീയതി, ഒരു ദിവസം കൊണ്ട് ഗവൺമെന്റ് ഉത്തരവിറക്കി. കോടതിയിൽ കേസുമായി പോയി സാർ. ആ പിന്നെ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയിൽ കേസുമായി പോയത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ അവിടെ കേസുമായി പോയപ്പോ കോടതി പറഞ്ഞു, അവിടെയുള്ള ഒരു നടപടിയും, അങ്ങോട്ട് പ്രവേശിക്കാനുള്ള ഒരു നടപടിയും നാം നടത്തിക്കൂടാ. അത് നടത്തുകയെങ്കിലും ചെയ്തെങ്കിൽ ആ പ്രശ്നങ്ങൾ നമുക്ക് മാറുമായിരുന്നു. അവിടെ ജിയോഗ്രാഫിക്കൽ സർവേ വേണം, സോയിൽ ടെസ്റ്റ് വേണം, ഹൈഡ്രോളജിക്കൽ സർവേ വേണം. സാർ, ഡിസംബർ 27 ആ ഭൂമി നൽകാൻ, അവിടെ പ്രവേശിക്കാൻ കോടതി അനുവാദം നൽകുന്നത്. ഡിസംബർ 27 ആ നടപടി പ്രഖ്യാപിച്ച് ജനുവരി 1-ാം തീയതി നിർണായകമായ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് റവന്യൂ മന്ത്രി. സഭയിൽ വയനാട് പുനരധിവാസ ടൗൺഷിപ്പിന് ഈ മാസം 27 തറക്കല്ലിടൽ. നിയമസഭയിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രഖ്യാപനമാണ് നമ്മളിപ്പോൾ കണ്ടത്. VS അനു ചേരുന്നു. അനു, ഒരു ദുരന്ത ബാധിതനെയും ഒറ്റപ്പെടുത്തിയിട്ടില്ല, സമയബന്ധിതമായ പ്രവർത്തനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് റവന്യൂ മന്ത്രി ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഒപ്പം നിർണായകമായ പ്രഖ്യാപനവും 27 തറക്കല്ലിടൽ. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അനു?
ലക്ഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഈ വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം തറക്കല്ലിടൽ ഈ മാസം മാർച്ച് 27-ാം തീയതി നിർവഹിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് അല്പസമയം മുമ്പ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സഭ നിർത്തിവെച്ച്, അതായത് ഈ ദുരന്ത ബാധിതരുടെ അന്തിമ ലിസ്റ്റ് ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല, ദുരന്തബാധിത പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപം ടി സിദ്ദിഖാണ് കൊണ്ടുവന്നത്. ടി സിദ്ദിഖ് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചത്. കേന്ദ്രത്തിനെതിരെയും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. പ്രത്യേകിച്ച് നമുക്ക് ഇതുവരെയും ധനസഹായം അനുവദിക്കാത്ത കാര്യത്തിൽ, ഒടുവിൽ പണം അനുവദിച്ചപ്പോൾ അത് തിരികെ നൽകേണ്ട സാഹചര്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ, അങ്ങനെ കേന്ദ്ര സർക്കാരിനെ ആദ്യഘട്ടത്തിൽ ടി സിദ്ദിഖ് കടന്നാക്രമിച്ചതിന് ശേഷം പിന്നീട് സംസ്ഥാന സർക്കാരിന് നേരേക്ക് ടി സിദ്ദിഖിന്റെ ആക്രമണങ്ങൾ നീണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, ഈ ദുരന്ത ബാധിതന് 7 സെന്റ് സ്ഥലമാണ് ഇപ്പോൾ നൽകാൻ തീരുമാനമായിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഈ ഏക്കർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടവരുണ്ട്, അവർക്ക് 10 സെന്റെങ്കിലും മിനിമം നൽകണം എന്നുള്ളതാണ് ടി സിദ്ദിഖിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. മറ്റൊന്ന്, ഇപ്പോൾ ഈ ശരത് കൃപേഷാൽ കൊലയാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇടത് സർക്കാർ 125 ലക്ഷം രൂപ ചെലവഴിച്ചപ്പോൾ സാധാരണക്കാരായ ഒരു പാവപ്പെട്ട ദുരന്ത ബാധിതന് അനുവദിക്കുന്നത്, സഹായം നൽകുന്നത് കേവലം 5 ലക്ഷം രൂപ മാത്രമാണ്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ ചില സ്പോൺസർമാർ അവിടെ വീട് വെച്ച് നൽകാൻ തയ്യാറായെങ്കിലും അതിന് സർക്കാർ അനുമതി നൽകിയില്ല. അതാണ് ആ പദ്ധതി ഇല്ലാതാകാൻ കാരണം എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, 2 ഇടങ്ങളിൽ 2 ടൗൺഷിപ്പുകളിലായി ആദ്യഘട്ടത്തിൽ വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഈ ദുരന്ത ബാധിതരെ മാർക്കറ്റ് വിലയുടെ അടിസ്ഥാനത്തിൽ 2 തരം തിരിക്കുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആക്ഷേപവും ടി സിദ്ദിഖ് മുന്നോട്ട് വെച്ചു. പക്ഷേ അക്കാര്യങ്ങളെയൊക്കെ തള്ളുകയാണ് മന്ത്രി കെ രാജൻ. അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഈ ദുരന്തമുഖത്ത് പ്രവർത്തിച്ച മന്ത്രിമാരുടെ പേര് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചിരുന്നു. എന്നാൽ കേന്ദ്രത്തിനെതിരെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഇത്ര പ്രകോപനം എന്നുള്ളതായിരുന്നു മന്ത്രി കെ രാജന്റെ ആക്ഷേപം. ഏതായാലും ഒരു ദുരന്തബാധിതരെ പോലും സർക്കാർ ഒറ്റപ്പെടുത്തില്ല. അതിതീവ്ര ദുരന്തം എന്ന പ്രഖ്യാപനം ഉണ്ടാകാൻ പോലും 5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായത്. ഈ സ്പോൺസർമാരുടെ ആ ആരോപണത്തിന്, സ്പോൺസർമാർക്ക് വീട് നൽകാനുള്ള അനുമതി നൽകാൻ അവിടെ ഒരു സ്ഥലം ഉണ്ടാകണം, അങ്ങനെ ഒരു സ്ഥലം പോലും. വയനാട് പുനരധിവാസ ടൗൺഷിപ്പ് ഈ മാസം 27-ന് തറക്കല്ലിടും. റവന്യൂ മന്ത്രി കെ രാജനാണ് നിയമസഭയിൽ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. VS അനുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.